ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ആശുപത്രി പോക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, വയ്യ അങ്ങനെ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അമ്മ അവിടെ അടുത്തൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷനൊന്നും കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂറിൻ സ്റ്റോൺ ആവും, സ്കാൻ ചെയ്ത് നോക്കിയാലാണ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ നിളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും ആദ്യം കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പട്ടാമ്പി ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നീളേക്ക് പോയി കേട്ടോ. അപ്പോൾ ആദ്യക്കാണെങ്കിൽ നല്ല ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവനെയും കൂട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടോക്കനൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം റിസൾട്ട് എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർക്കുള്ള ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ നേരെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിനുള്ള ടോക്കനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങളോട് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ 9ാമത്തെ ടോക്കണായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ അങ്ങനെ, പിന്നെ ഇവിടെ കുറേ ജോലി ചെയ്യുന്നവരൊക്കെ പരിചയമുള്ളവരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ അടുത്തൊക്കെ അങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 9ാമത്തെ ടോക്കണായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഏകദേശം ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഗർഭിണികളും എല്ലാ അസുഖത്തിൻ്റെ സ്കാനിങ്ങിനും ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കിടന്ന സമയത്താണ് കേട്ടോ അവിടെ ഒരു ബോർഡ് കണ്ടത്. അതിലെ വർഷം കണ്ടിട്ട് ഞാൻ പറയുമായിരുന്നു, ഞാൻ ജനിച്ച വർഷത്തിലാണല്ലേ ഈ ഒരു നിയമം നിലവിൽ വന്നത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ചോദിക്കുമായിരുന്നു കേട്ടോ എന്താണത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കുട്ടി ഏതാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ ചോദിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പറയാനോ പാടില്ല എന്നുള്ളൊരു നിയമമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആ ഒരു നിയമം വരാൻ കാരണം ജനിക്കാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിക്കുന്നതിന് മുന്നേ നശിപ്പിക്കുന്ന ഒരു ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു അത്ര കേട്ടോ. കൂടുതലും പെൺകുട്ടികളാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ കൂടുതലായിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്ര കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ. അന്ന് പെൺകുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിനും കുടുംബത്തിനും ഒന്നും വലിയ പ്രയോജനമില്ല, അങ്ങനെയൊക്കെയുള്ളൊരിത് നിലനിന്ന സമയത്തായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് നിലവിൽ വന്നൊരു നിയമം, അത് കൂടുതലായ സമയത്ത് നിലവിൽ വന്നൊരു നിയമമാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമം വന്നതിന് ശേഷം ഇനി അങ്ങനെ ഡോക്ടർമാർക്ക് അത് ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യപ്പെടാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളതൊക്കെ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നീട് നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആ റിസൾട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നു. അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇതിൽ യൂറിൻ സ്റ്റോണൊന്നും കാണാനില്ല, അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണാഞ്ഞിട്ടായിരിക്കും, അപ്പോൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു കേട്ടോ, ബ്ലഡും യൂറിനൊക്കെ. അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഇനി കുറച്ച് സമയം പിടിക്കും, 2 മണിക്കൂർ പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ വിചാരിച്ചു. അതിന് ശേഷം പിന്നെ എന്താണെന്നുള്ളത് അറിയാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ കിട്ടിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, നന്നായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇഞ്ചക്ഷനും കാര്യമൊക്കെ എടുക്കേണ്ടി വരും, അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഒന്ന് വെച്ചതിന് ശേഷം പിന്നീട് വീടിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വെച്ചാൽ മതി 4 ദിവസം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നീട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിലെന്തോ ഒരു INR എന്തോ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെയും കൂടിയും കാണുന്നതാണ് നല്ലത്, ഫിസിഷ്യനെ. അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് പോയാൽ മതി, അപ്പോൾ അത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാനൊക്കെ ഡോക്ടർ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ ഞങ്ങളെ പിടിപ്പിച്ചപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, എന്നാൽ ഇനി ആ ഡോക്ടറേനെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഡോക്ടർക്കൊക്കെ ടോക്കൺ എടുത്ത്, അപ്പോൾ ആദ്യം ഈ ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് അലർജിക്ക് കുത്തിവെച്ചതിന് ശേഷം പിന്നെ ആ ഡോക്ടറെ പോയിട്ട് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല പേടിക്കാനൊന്നുമില്ല, ഒരു 5 ദിവസത്തേക്കുള്ള മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി, പിന്നെ നന്നായി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ മതി, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു സമാധാനമായിട്ടോ. അപ്പോൾ അങ്ങനെ നേരെ വന്നിട്ട് പിന്നെ ഇഞ്ചക്ഷനും കാര്യമൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതിങ്ങനെ ഡ്രിപ്പായിട്ടാണ് കേട്ടോ കയറ്റണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 20 മിനിറ്റൊക്കെ സമയം വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ഇങ്ങനെ തിരിച്ചു പോരാൻ വിചാരിച്ചു. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് ആവണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കില്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. രാവിലെ ഒരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, വൈകിട്ട് പിന്നെ തിരിച്ചെത്തിയത് 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ ഇങ്ങനെയാണല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ആശുപത്രിയിലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോരാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ
ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കില്ലേ. പിന്നെ നമുക്ക് വയറിനൊക്കെ ചൂടുള്ള ഭക്ഷണങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും. അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് വരാനുള്ളത് എപ്പോഴായാലും വരില്ലേ. പക്ഷേ വെള്ളമൊക്കെ നമ്മൾ നന്നായി കുടിക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് മരുന്നൊക്കെ കഴിക്കുന്നവർ നന്നായി വെള്ളം കുടിക്കണം. ഈ ഒരു ഹോസ്പിറ്റൽ വ്ളോഗ് അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.